ആദ്യം പറയാം, വകുപ്പ് തീരുമാനമായിട്ടില്ല. മന്ത്രിമാരാരൊക്കെയാണ് തീരുമാനമായിട്ടുള്ളൂ. വകുപ്പിന്റെ കാര്യം നാളെ മുഖ്യമന്ത്രി ഗവർണർക്ക് ഏതൊക്കെ വകുപ്പ് മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്നുള്ളത് ഞാൻ മനസ്സിലാക്കും. സത്യപ്രതിജ്ഞ ചെയ്ത കഴിഞ്ഞാൽ ഉടനെ നൽകും. അല്ല, ഞങ്ങളെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് ഒരു സമ്പൂർണ്ണ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. കാരണം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച് 1-2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സമ്പൂർണ്ണ മന്ത്രിസഭയും മന്ത്രിമാരെ മുഴുവൻ പ്രഖ്യാപിക്കുക. നിങ്ങൾ അതാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. കാരണം അത്രമാത്രം വളരെ പെട്ടെന്ന് കോൺഗ്രസിനകത്ത് ചർച്ചകൾ നടന്നു. യാതൊരു പ്രയാസങ്ങളുമില്ലാതെ 63 അംഗ നിയമസഭാ കക്ഷിയാണ് കോൺഗ്രസിന്റെ ഇന്നേ വരെയുള്ള ചരിത്രത്തിൽ 63 അംഗങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ 63 അംഗങ്ങളുള്ള ഒരു നിയമസഭാ കക്ഷിയിൽ നിന്ന് 11 പേരെ സെലക്ട് ചെയ്ത് 2-3 ദിവസം കൊണ്ട് ഒരു മന്ത്രിസഭ രൂപീകരിക്കാനുള്ള നടപടികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അപൂർവമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത്രമാത്രം ഒത്തൊരുമിച്ച് എല്ലാവരുമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങളില്ലാതെ ഒരു മന്ത്രിസഭ രൂപീകരിക്കുകയാണ്. അപ്പോൾ അതിനെ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ്. അപ്പോൾ നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മുഖ്യമന്ത്രിയോടൊപ്പം 20 മന്ത്രിമാരാണ് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ്. ചെറിയ രീതിയിലുള്ള അതിർത്തി ഇപ്പോൾ പരസ്യമായി തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ചാണ്ടിമണി പോലുള്ള സംസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വരെ പരിഗണനാ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ളവരൊക്കെ ഇനി എങ്ങനെയാണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് മുഖ്യമന്ത്രി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. 63 അംഗങ്ങളിൽ എല്ലാവരും കഴിവും പ്രാഗൽഭ്യവും ഉള്ളവരാണ്. അവരെ അന്ന് 11 പേരെ പാർട്ടി തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ദൌത്യമാണ്. കാരണം നല്ല കഴിവുള്ളവരുണ്ട്, പ്രാഗൽഭ്യമുള്ളവരുണ്ട്. പക്ഷേ ഒരു മന്ത്രിസഭയ്ക്ക് ആളുകളെ തെരഞ്ഞെടുക്കുമ്പോൾ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അതിന്റെ സോഷ്യൽ ബാലൻസിങ്, അതുപോലെ തന്നെ മേഖലയിൽ എല്ലാ വിഭാഗത്തിനും എല്ലാ മേഖലയിൽ നിന്നും നമുക്ക് ആളെ എടുക്കേണ്ടി വരുന്ന സാഹചര്യം, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് 11 പേരെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കഴിവുള്ള ഒരുപാട് പേര് പുറത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയതാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രയാസം. ഞങ്ങൾക്കൊക്കെ സഹപ്രവർത്തകർ വളരെ ഈ മന്ത്രിസഭയ്ക്ക് അകത്ത് വരേണ്ട ആളുകളുണ്ട്. പക്ഷെ പാർട്ടി ചില കാര്യങ്ങൾ നോക്കിക്കൊണ്ടാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 11 പേർക്ക് വരാൻ കഴിഞ്ഞത്. അതുകൊണ്ട് പുറത്തുള്ളവർ അതിനർഹരല്ല എന്നുള്ളതല്ല, ഒരുപാട് കഴിവും പ്രാഗൽഭ്യവും ഉള്ള ആളുകളാണ് പുറത്തുള്ളത്. ഈ 102 പേരെ വിജയിച്ചപ്പോൾ ജനങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആദ്യമേ ഉണ്ടാകും. ഈ ഗവൺമെന്റ്, UDF-ന്റെ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അത് മാനിഫെസ്റ്റോയിലും അതുപോലെ തന്നെ ഗ്യാരണ്ടി ആണെങ്കിലും അതൊക്കെ നടപ്പാക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. ഈ നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മുമ്പ് തന്നെ ഇന്ദിരാഗാന്ധി നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധമൊക്കെ ആരംഭിച്ചു. നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ഗവൺമെന്റ് എങ്ങനെ ചെയ്യാൻ കഴിയുന്നത്? ഒരു ഗവൺമെന്റ് ഇന്ദിരാഗാന്ധി നടപ്പാക്കാൻ പോകുന്നതിന് മുമ്പ് എടുക്കേണ്ട നടപടിക്രമങ്ങളില്ലേ? അതിനാദ്യം ഗവൺമെന്റ് വരണ്ടേ? ഗവൺമെന്റ് വന്നു കഴിഞ്ഞ് മന്ത്രിസഭാ യോഗം ചേർന്ന് കാര്യങ്ങളെടുത്ത് മുന്നോട്ട് പോകണ്ടേ? അതിന്റെ നടപടിക്രമങ്ങൾ എന്തെല്ലാം ഉണ്ട്? അപ്പോൾ ഇതൊക്കെ ഇത്ര കാര്യങ്ങൾ ജനങ്ങൾക്ക് ഇത് കാര്യങ്ങൾ അറിയാം. ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയുമ്പോൾ ഇത്തരം വിമർശനങ്ങൾ വരുമ്പോൾ അതൊക്കെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളുകയുള്ളൂ. ഗവൺമെന്റ് ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത്തരം വിമർശനങ്ങൾ എന്ന് പറയുന്നത് അസഹിഷ്ണുതയാണ്. അധികാരത്തിൽ നിന്ന് പുറത്തു പോയതുകൊണ്ടുള്ള ഒരു അങ്കലാപ്പ്, അതിന്റേതായ ഒരു എന്താ പറയേണ്ടത് അസഹിഷ്ണുത, അതൊക്കെയാണ് ഇതിന് കാരണം.